ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻസിൻ്റെ പുതിയൊരു മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. മൊഡ്യൂൾ 3. അതിൻ്റെ അകത്ത് ബോൾട്ട്, ജോയിൻസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടോപ്പിക്ക് ത്രെഡഡ് ജോയിൻസ് ആണ്. സോ ഒരു ത്രെഡഡ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ് ആയിരിക്കും. ഒന്ന് നട്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ബോൾട്ട് ഉണ്ടായിരിക്കും. നട്ടിലും ബോൾട്ടിലും ത്രെഡുകൾ ഉണ്ടായിരിക്കും. നട്ടിൻ്റെ ഇൻറ്റേർണൽ പാർട്ട്, ആ ഹോളുള്ള ഇൻറ്റേർണൽ പാർട്ടിലായിരിക്കും ത്രെഡ് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ സ്ക്രൂ നട്ടിൻ്റെ അല്ല, നട്ടിൻ്റെ നെക്സ്റ്റ് ബോൾട്ടിൻ്റെ പറഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റേണൽ പാർട്ടിലായിരിക്കും, ലെങ്തിയുള്ള എക്സ്റ്റേണൽ പാർട്ടിലായിരിക്കും ത്രെഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ത്രെഡഡ് ജോയിൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിറ്റാച്ചബിൾ ജോയിൻസ് ആണ്. ആക്ച്വലി നമുക്ക് ആവശ്യമുള്ളത്ര ടൈറ്റ് ചെയ്യാം, നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് അതിനെ ഊരി എന്ത് ചെയ്യാം, ഡിസ്മാൻഡിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അസംബിൾ ചെയ്യാനും ഡിസ്മാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരെണ്ണമാണ് ഈ ത്രെഡഡ് ജോയിൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ത്രെഡഡ് ജോയിൻസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ക്യാൻ ബി ഈസിലി അസംബിൾഡ് ആൻഡ് ഡിസസംബിൾഡ്. ത്രെഡഡ് ജോയിൻസ് അതേപോലെ തന്നെ അതൊരു ഹൈലി റിലയബിൾ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ജോയിൻ്റ് ആണ് ത്രെഡഡ് ജോയിൻസ് എന്ന് പറയുന്നത്. ത്രെഡഡ് ജോയിൻസിൻ്റെ കേസിൽ അത് സെൽഫ് ലോക്കിംഗ് ആണ്. കാരണം ഓരോ റൗണ്ട് നമ്മൾ തിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ലോക്കിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. സെൽഫ് ലോക്കിംഗ് ആണ്. നമ്മൾ എക്സ്ട്രാ ഒരു മെമ്പറെ കൂടെ അവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സെൽഫ് ലോക്കിംഗ് ആയിട്ടുള്ള സിസ്റ്റമാണ് ത്രെഡഡ് ജോയിൻസ്. അതേപോലെ ത്രെഡഡ് ജോയിൻസ് ഒക്കെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ത്രെഡഡ് ജോയിൻസ് പഠിക്കുമ്പോൾ ഇതിൻ്റെ ഡിസൈനിലേക്ക് നമ്മൾ കടക്കുമ്പോഴും നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മേജർ ഡയമീറ്റർ അല്ലെങ്കിൽ നോമിനൽ ഡയമീറ്റർ ആണ്. മേജർ ഡയമീറ്റർ അല്ലെങ്കിൽ നോമിനൽ ഡയമീറ്റർ വെറും ഡി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ ഡി ആണ് നോമിനൽ ഡയമീറ്ററിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള 3.1 ടെർമിനോളജി ഓഫ് ത്രെഡ്സ് എന്ന് പറയുന്ന ഫിഗറിൻ്റെ അകത്ത് ഫസ്റ്റ് ഫിഗർ നോക്കിയാൽ നമുക്ക് ഈ പറയുന്ന മേജർ ഡയമീറ്ററിൽ നമുക്ക് കാണാം. സോ മേജർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദ ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ സ്ക്രൂ ത്രെഡിനെയാണ് നമ്മൾ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഔട്ടറിലുള്ള 2 പോയിൻറ്റുകളുള്ള ഔട്ടറിലുള്ള ഡയമീറ്റർ ആയിരിക്കും ഈ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൈനർ ഡയമീറ്റർ അല്ലെങ്കിൽ കോർ ഡയമീറ്റർ എന്ന് പറയും. DC എന്നതിനെ ഡിനോട്ട് ചെയ്യുന്നത്. D സഫിക്സ് C, കോർ ഡയമീറ്റർ അല്ലെങ്കിൽ റൂട്ട് ഡയമീറ്റർ, അതും അല്ലെങ്കിൽ മൈനർ ഡയമീറ്റർ എന്ന് പറയും. അതിനെ ഏറ്റവും സ്മോളസ്റ്റ് ഡയമീറ്ററിനെയാണ് നമ്മൾ ഈ പറയുന്ന മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഒരു സ്ക്രൂ ത്രെഡിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ഡയമീറ്ററിനെയാണ് നമ്മൾ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഒരു ഇമാജിനറി സിലിണ്ടർ ബൗൺസ് ദ റൂട്ട് ഓഫ് ദ എക്സ്റ്റേണൽ ത്രെഡ് ഓർ ക്രസ്റ്റ് ഓഫ് എ ഇൻറ്റേർണൽ ഡയമീറ്റർ. നമ്മുടെ ഈ ത്രെഡിൻ്റെ ഇതിൻ്റെ റൂട്ടിലൂടെ പോകുന്ന ഈ ഒരു ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ ഒരു ഇമാജിനറി ലൈൻ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്താൽ അന്നേരം നമുക്ക് അവിടെ കിട്ടുന്ന ഒരു ഡയമീറ്ററിനാണ് നമ്മൾ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പിച്ച് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻട്രലായിട്ട് വരും. ദ സർഫസ് വിച്ച് വുഡ് പാസ് ത്രൂ ദ ത്രെഡ് അറ്റ് സച്ച് പോയിൻറ്റ്സ് ടു മേക്ക് ഈക്വൽ വിഡ്ത്ത് ഓഫ് ദ ത്രെഡ് ആൻഡ് വിഡ്ത്ത് ഓഫ് സ്പേസ് ബിറ്റ്വീൻ ദ ത്രെഡ്. ഇതിൻ്റെ അകത്ത് ഈക്വലായിട്ട് പോകുന്നത് നമ്മൾ ഈ പറയുന്ന ഇതിൻ്റെ രണ്ടിൻ്റെയും കേസിൽ ഇതിൻ്റെ ഔട്ടറിലും അല്ല ഇന്നറിലും അല്ല, അതിൻ്റെ മിഡിലൂടെ പോകുന്ന 2 ഇടത്തും നമ്മൾ മിഡിലൂടെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ, ഇമാജിനറി ലൈൻ വരച്ച് കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഡയമീറ്ററിനെയാണ് നമ്മൾ പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പിച്ച് എന്ന് പറഞ്ഞാൽ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെ മെഷർ ചെയ്യുന്നത് മില്ലിമീറ്ററാണ്. ആ പോയിൻറ്റുകൾ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ത്രെഡുകളാണ്. ഇറ്റ്സ് ആൻ ആക്സിയൽ ഡിസ്റ്റൻസ്, ആക്സിയൽ ഡയറക്ഷനിലാണ്. ആക്സിയൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എടുക്കുന്ന ഡയറക്ഷൻ ഇതായിരിക്കും. അപ്പോൾ ആക്സിയൽ ഡയറക്ഷനിൽ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലീഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആക്സിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ സ്ക്രൂ ത്രെഡ് അഡ്വാൻസ് ഇൻ 1 റൊട്ടേഷൻ ഓഫ് ദ നട്ട്. ഒരു സ്ക്രൂവിൽ ഒരു നട്ട് വെച്ചിട്ട് നമ്മൾ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു ഇൻ ആക്സിയൽ ഡയറക്ഷൻ. നമ്മൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ സ്ക്രൂ ഉണ്ടാവുക. നമ്മൾ നട്ട് വെച്ചിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അങ്ങനെ ഒരു തവണ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് എന്ത് ചെയ്തു, ഇങ്ങോട്ട് മൂവ് ചെയ്തു എന്നുള്ളതിനെയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. സോ ലീഡ് ഫോർ എ സിംഗിൾ ത്രെഡിനെ ആണെങ്കിൽ നമ്മൾ ലീഡ് എന്ന് പറയുന്നത് അതിൻ്റെ പിച്ചിന് ഈക്വൽ ആയിരിക്കും. 1 പിച്ച് ഈസ് ഈക്വൽ ടു 1 ലീഡ് ആയിരിക്കും. ഡബിൾ സ്റ്റാർട്ടിനാണെങ്കിൽ അതിനെ ലീഡ് എന്ന് പറയുന്നത് 2 ഇൻറ്റു പിച്ച്. മൾട്ടി സ്റ്റാർട്ടിനാണെങ്കിൽ n ഇൻറ്റു പിച്ച്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റാർട്ട്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ക്രസ്റ്റ്, അതേപോലെ റൂട്ട്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ടോപ്പ് സർഫസ് ജനറേറ്റഡ് ബൈ 2 അഡ്ജസൻറ്റ് ഫ്ലാങ്സ് ഓഫ് ദ ത്രെഡ്. ഈ ത്രെഡിൻ്റെ 2 ടോപ്പ് സർഫസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് ടോപ്പ് സർഫസുകളെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിനെ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ
റൂട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഉള്ളിൽ വരുന്ന ഈ പാർട്ടിനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്തിൻ്റെ കേസിലാണ്? ഇത് നമ്മുടെ ഒരു ഈ പറയുന്ന ത്രെഡിൻ്റെ അല്ല, ഈ പറയുന്ന നട്ടിൻ്റെ കേസിലാണ്. നമ്മൾ ഈ പറഞ്ഞ ബോൾട്ടിൻ്റെ നട്ടിൻ്റെയും കേസ് എടുക്കുമ്പം ഒന്ന് എക്സ്റ്റേണലാണ് ത്രെഡ് വരുന്നത്, മറ്റൊന്നിൻ്റെ ഇൻറ്റേണലാണ് ത്രെഡ് വരുന്നത്. ഇപ്പം ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ബോൾട്ടിൻ്റെ കേസും റൈറ്റ് സൈഡിലുള്ളത് നട്ടിൻ്റെ കേസുമാണ്. ഇത് നട്ടിൻ്റെ കേസാണ്, ഇത് ബോൾട്ടിൻ്റെ കേസാണ്. അപ്പോൾ ഈ ബോൾട്ടിൻ്റെ കേസിൽ എക്സ്റ്റേണലായിട്ട് ത്രെഡ് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്റ്റേണൽ പാർട്ടുകളായിരിക്കും നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നതും അതിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റേർണൽ പാർട്ടിലെ ആ ഗ്രൂവിനെ ആയിരിക്കും നമ്മൾ പറയുന്നത്? റൂട്ട് എന്ന് പറയുന്നത്. നട്ടിൻ്റെ കേസ് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വരും. നട്ടിൻ്റെ ഉള്ളിലാണ് ത്രെഡ് അസ് വരുന്നത്, അല്ലേ? നട്ടിൻ്റെ ഉള്ളിലാണ് ത്രെഡ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഗ്രൂവുകളായിരിക്കും നമ്മൾ പറയുന്നത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. പുറത്തുള്ള ഗ്രൂവുകളെ ഏറ്റവും ടോപ്പിലുള്ള ഏറ്റവും ഔട്ടറിലുള്ളതിന് നമ്മൾ റൂട്ട് എന്ന് പറയും. ഓക്കെ, അപ്പം നട്ടിൻ്റെ ബോൾട്ടിൻ്റെയും കേസിൽ ക്രസ്റ്റും റൂട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡെപ്ത് ഓഫ് ത്രെഡ്. ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡെപ്ത് മെഷർ ചെയ്യുന്നത്. ഒരു ക്രസ്റ്റും റൂട്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനാണ് ഡെപ്ത് എന്ന് പറയുന്നത്. നമ്മൾ ത്രെഡ് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇതിനകത്ത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഒരു ക്രസ്റ്റും ഒരു റൂട്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡെപ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫ്ലാങ്ക്. ഫ്ലാങ്ക് മീൻസ് ദ ഇൻക്ലൈൻഡ് സർഫസ് വിച്ച് ജോയിൻസ് ദ ക്രസ്റ്റ് ആൻഡ് റൂട്ട്. റൂട്ടിനെയും ക്രസ്റ്റിനെയും ജോയിൻറ്റ് ചെയ്യുന്ന ഇൻക്ലൈൻഡ് സർഫസിനെയാണ് ഫ്ലാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ആംഗിൾ. ആംഗിൾ ഓഫ് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ രണ്ട് ഫ്ലാങ്ക് സർഫസുകൾക്കിടയിൽ വരുന്ന ആ ആംഗിളിനെയാണ് ഇൻക്ലൈൻഡ് ആംഗിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്ലോപ്പ്, ഹാഫ് ദ പിച്ച് ഓഫ് ത്രെഡ്, പിച്ചിൻ്റെ ഹാഫിനെയാണ് P/2 നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി കോമൺ ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡ്സിനെ നമുക്ക് 5ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ത്രൂ ബോൾട്ട്, ടാപ്പ് ബോൾട്ട്, സ്റ്റഡ്സ്, ക്യാപ് സ്ക്രൂസ് ആൻഡ് സെറ്റ് സ്ക്രൂസ്. ഓക്കെ, ഈ 5 കോമൺ ടൈപ്സ് ഓഫ് സ്ക്രൂ ഫാസ്റ്റനിങ്സ് എന്ന് പറയുന്നത്. സ്ക്രൂവിൻ്റെ കേസിൽ ടോപ്പ് ബോൾട്ട്, ത്രൂ ബോൾട്ട്, ടാപ്പ് ബോൾട്ട്, സ്റ്റഡ്, ക്യാപ് സ്ക്രൂവ്, സെറ്റ് സ്ക്രൂവ്. ഇതിനകത്ത് ത്രൂ ബോൾട്ട് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഫിഗർ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ കാണാം. ഇതിൻ്റെ അകത്ത് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത് 2 പാർട്ടുകളായിരിക്കും. ഒരു സിലിണ്ടറിക്കൽ ബോഡി ഉണ്ടായിരിക്കും, അതിൻ്റെ അകത്ത് ഒരു ഹോൾ, ഒരു ഡ്രിൽഡ് ഹോൾ ഉണ്ടായിരിക്കും. അതിലേക്ക് നമ്മൾ ആദ്യത്തെ ഒരു ബോഡീനെ ഇവിടെ നോക്കിയാൽ കാണാം. ഫസ്റ്റിലത്തെ ബോഡി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ഒരു ഹോളിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ഈ ഒരു ബോഡി ഉണ്ടാവുക. ഒരു സെക്കൻഡ് ഒരു നട്ട് എന്ന് പറയുന്നതായിരിക്കും രണ്ടാമത്തെ പാർട്ട്. അത് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ജോയിൻ്റ് ആയിട്ട് മാറും. അതിനെയാണ് ത്രൂ ബോൾട്ട് എന്ന് പറയുന്നത്. ദ ബോൾട്ട് കൺസിസ്റ്റ് ഓഫ് ത്രെഡ് ഫോർ ദ നട്ട് അറ്റ് വൺ എൻഡ് ആൻഡ് ഹെക്സഗണൽ ഓർ സ്ക്വയർ ഹെഡ് അറ്റ് അതർ ഹെഡ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ത്രെഡ് കൊടുക്കുന്ന എവിടെയാണ്? ഇതിൻ്റെ ഈ പാർട്ടില്ലേ, ഇത്രയും ഭാഗത്തിൽ എവിടെയെങ്കിലും ഇതായിരിക്കും ത്രെഡ് ഉണ്ടായിരിക്കും. ബാക്കി അതേപോലെ തന്നെ നമ്മുടെ നട്ടിലും ത്രെഡ് ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ ജോയിൻറ്റിനാണ് നമ്മൾ ത്രൂ ബോൾട്ട് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. മെഷീൻ ഫിനിഷ് ഈസ് നോട്ട് റിക്വയർഡ് ടു ത്രൂ ബോൾട്ട് അക്കോർഡിംഗ് ടു യൂസേജ്. ത്രൂ ബോൾട്ടിനെ തന്നെ നമ്മൾ പല പേരുകളിൽ അറിയുന്ന പേരുകളാണ് മെഷീൻ ബോൾട്ട്, ക്യാരിയേജ് ബോൾട്ട്, ഓട്ടോമൊബൈൽ ബോൾട്ട്, എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടാപ്പ് ബോൾട്ട്. ടാപ്പ് ബോൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിഗർ നോക്കിയാൽ കാണാം. ഇതിൻ്റെ കേസിൽ ഒരു നട്ട് ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ നോക്കിയാൽ കാണാം. ഇതിന് തൊട്ട് നേരത്തെ പറഞ്ഞതിൻ്റെ എന്താണ്, നമ്മൾക്കൊരു എക്സ്റ്റേണൽ ഒരു പാർട്ട്, ഒരു നട്ടും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഈ കേസിൽ വരുമ്പം ഒരു എക്സ്റ്റേണൽ നട്ടിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ബോൾട്ട്സ് ആർ സ്ക്രൂഡ് ഇൻ ടു എ ടാപ്പേഡ് ഹോൾ. ഒരു ടേപ്പേഡ് ആയിട്ടുള്ളൊരു ഹോളിൻ്റെ അകത്ത് ഒരു ഇൻറ്റേർണലി ടേപ്പേഡ് ഹോളായിട്ടുള്ള ത്രെഡഡ് ഉള്ള ഒരു ബോഡിയിലേക്ക് നമ്മളിതിനെ ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെയാണ് ടാപ്പ് ബോൾട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റഡ്. നമ്മുടെ ടാപ്പ് ബോൾട്ട് പോലെ തന്നെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ പുറത്ത് എന്തായിരിക്കും? ഒരു എക്സ്ട്രാ സ്ക്രൂവും കൂടെ, ഒരു നട്ടും കൂടെ വരുന്നുണ്ടായിരിക്കും. എ സ്റ്റഡ് ഈസ് ഷോൺ ഇൻ ഹിയർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ത്രെഡ് പോർഷൻ അറ്റ് ബോത്ത് എൻഡ്സ്. 2 എൻഡിലും ഉണ്ടായിരിക്കും. അതിൻ്റെ പുറത്തും വരുന്നുണ്ട്, ഉള്ളിലും വരുന്നുണ്ട്. ഉള്ളിലത്തെ പാർട്ടിലും ത്രെഡ് വരുന്നുണ്ട്, ആ പുറത്തെ പാർട്ടിലും വരുന്നുണ്ട്. ഉള്ളിലത്തെ പാർട്ടിലെ ത്രെഡ് കൊണ്ട് ആ ഇൻറ്റേർണലായിട്ടുള്ള ആ ബോഡിയിലേക്ക് ത്രെഡഡ് ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പുറത്ത് നട്ട് വെച്ചിട്ടും ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യും. Another end is tightened by means of a nut. Okay, stud is normally kinds of covers of engine and pump cylinder. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. പമ്പ് സിലിണ്ടർ, വാൽവ്, അവിടെയൊക്കെ വേരിയസ് കവേഴ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റഡ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്യാപ് സ്ക്രൂ. ക്യാപ് സ്ക്രൂ തന്നെ പല ഷേപ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ സിമിലർ ടു ടാപ്പ് ബോൾട്ട്. ഇതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സൈസാണ്. ഇതിന് മുമ്പ് പറഞ്ഞ ടാപ്പ് സ്ക്രൂവിൻ്റെ അതേപോലെ തന്നെ ആയിരിക്കും.
ഒരു എൻഡിൽ എന്തായിരിക്കും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഹെക്സഗണോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിനനുസരിച്ച് ഒരു ഹെഡ് ഉണ്ടായിരിക്കും, മറ്റൊരു എൻഡിൽ ത്രെഡ് ഉണ്ടായിരിക്കും. ഇത് ആ ഹോളിലേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സെയിം സിമിലർ രീതിയിൽ തന്നെ എന്തുണ്ടാവും, ഇവിടെയും ആ ഒരു ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഈ കേസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ടൈപ്പ് ആയിരിക്കും, സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് സെറ്റ് സ്ക്രൂ. സെറ്റ് സ്ക്രൂ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കീ പോലെ ആക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഇതിന് മുമ്പത്തെ 5th മൊഡ്യൂളിൽ നമ്മൾ കീ പഠിച്ചിരുന്നു. കീ എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേറ്റീവ് മോഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെമ്പറാണ് കീ എന്ന് പറയുന്നത്. ഇവിടെ ഈ കീ പോലെ തന്നെ ആക്ട് ചെയ്യുന്നതായിരിക്കും സെറ്റ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ, വിച്ച് പ്രിവെൻറ്റ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ഷാഫ്റ്റ് ആൻഡ് ഹബ്ബ്. സോ അതിൻ്റെ ഷാഫ്റ്റും ഹബ്ബും തമ്മിൽ റിലേറ്റീവ് മോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് സ്ക്രൂസ് യൂസ് ചെയ്യുന്നത്. സോ സെറ്റ് സ്ക്രൂസിൻ്റെ കുറച്ച് ടൈപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതാണ് ബേസിക്കലി ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ത്രെഡിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ഓഫ് ത്രെഡ് സ്ക്രൂസ് എടുക്കുമ്പോൾ 2 ടൈപ്പ് സ്റ്റാൻഡേർഡൈസേഷൻസ് കാണാൻ പറ്റും. അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IS ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. IS 4218 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. ദ ഡെസിഗ്നേഷൻ ഓഫ് സ്ക്രൂസ് IS അത് തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോഴ്സ് സീരീസും ഫൈൻ സീരീസും. ഇതാണ് കോഴ്സ് സീരീസ്, ഫൈൻ സീരീസ്, ഇങ്ങനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ 2 കേസിൽ അവർ യൂസ് ചെയ്യുന്ന M എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ വെച്ചിട്ടാണ്. M1, M2, M12, M30, M36 ഇങ്ങനെയൊക്കെ പല പേരുകൾ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ദ M ഫോളോഡ് ബൈ നോമിനൽ ഓർ മേജർ ഡയമീറ്റർ ഇൻ mm. ഒന്നാമത്തെ കോഴ്സ് സീരീസിൽ വരുമ്പം ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. M12 എന്ന് പറയുന്നതായിരിക്കും ഒരു കോഴ്സ് സീരീസിൻ്റെ എക്സാമ്പിൾ. നമ്മളെ ഡേറ്റാ ബുക്കിൻ്റെ അകത്തൊരു പേജ് ഉണ്ട്. ആ പേജ് എന്ന് പറഞ്ഞാൽ 5.42. BSTയുടെ പേജാണെങ്കിൽ 5.42. K മഹാദേവൻ്റെയാണ് 149 നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ടേബിൾ കാണാം. അതിൻ്റെ അകത്ത് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഇതാണ്. M12, M13, M40, M36 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബോൾട്ട് ഇത് പറയുന്ന ത്രെഡിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട്. സോ ആ സൈസിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാൽ കാണാം, M എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ട് എമ്മിന് ശേഷം വരുന്നത് 12 എന്ന് പറഞ്ഞാൽ അതിന് മേജർ ഡയമീറ്ററാണ്. മില്ലിമീറ്ററിലായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. മേജർ ഡയമീറ്റർ 12 എന്നാണ് അതിന് അർത്ഥം. അത് കോഴ്സ് സീരീസ് ആയിരിക്കും. ഇനി ഫൈൻ സീരീസിൻ്റെ കേസിൽ വന്നു കഴിഞ്ഞാൽ അവിടെയും M ആയിരിക്കും എന്ത് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് M ആയിരിക്കും. M12 × 12.5 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. എമ്മിന് ശേഷം വരുന്നത് നോമിനൽ ഡയമീറ്റർ അല്ലെങ്കിൽ മേജർ ഡയമീറ്റർ തന്നെ ആയിരിക്കും. എന്നിട്ട് 12.5 എന്ന് പറഞ്ഞാൽ പിച്ച് ആയിരിക്കും അവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. 12.5. അപ്പോൾ ഫൈൻ സീരീസിൽ പിച്ച് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, കോഴ്സ് സീരീസിൽ പിച്ച് ഡിനോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഡേറ്റാ ബുക്കിലെ പേജസ് മറക്കാതെ നോക്കുക. എത്രയാണ്? 5.42ഉം 149. ഓക്കെ, അതായിരിക്കും പേജ് നമ്പറുകൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ഡിസൈൻ കേസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന മേജർ ഡയമീറ്റർ സ്മോൾ ലെറ്റർ D ആണെന്ന് പറഞ്ഞു. അതപ്പോൾ നമുക്ക് ഡിസൈൻ സ്റ്റെപ്സിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡയമീറ്റർ നോമിനൽ അല്ലെങ്കിൽ മേജർ ഡയമീറ്റർ D = DC / 0.84 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. DC / 0.84 where DC എന്ന് പറഞ്ഞാൽ കോർ ഡയമീറ്റർ അല്ലെങ്കിൽ മൈനർ ഡയമീറ്റർ. മൈനർ ഡയമീറ്ററിനെ 0.84 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേജർ ഡയമീറ്റർ തരും. കാരണം മിക്ക പ്രോബ്ലത്തിലും ഒരു ബേസിക് അല്ലെങ്കിൽ മൈനർ ഡയമീറ്റർ മാത്രമായിരിക്കും തരുന്നത്. ആ തന്നിട്ടുള്ള മൈനർ ഡയമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക, 0.84 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോർ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ നോമിനൽ അല്ലെങ്കിൽ മേജർ ഡയമീറ്റർ കിട്ടും. അപ്പോൾ അതിൻ്റെ അത് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫിഗറിലൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സിലിണ്ടറിൻ്റെ മേളിൽ എന്ത് ചെയ്ത് ഒരു സിലിണ്ടർ ഫ്ലാഞ്ചിലെ ഒരു ബോൾട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റഡ് വെച്ചിട്ട് ജസ്റ്റ് കവർ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ത്രെഡഡ് ജോയിൻറ്റിൻ്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് P വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്ന ഇൻസൈഡ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പ്രഷർ. അതുപോലെ ഡയമീറ്ററുകൾ, ഇന്നർ ഡയമീറ്റർ ഓഫ് സിലിണ്ടറിനെയാണ് ക്യാപിറ്റൽ ലെറ്റർ D വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. DC എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കോർ ഡയമീറ്റർ. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോൾട്ടുകളായിരിക്കും. നമ്പർ ഓഫ് ബോൾട്ടുകൾ കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഈവൻ നമ്പറുകളായിരിക്കും. ഒരു ബോൾട്ടായിട്ടൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ നോക്കിയാൽ കാണാം 2 ബോൾട്ട്, 4 ബോൾട്ട്, 8 അങ്ങനെ കോമൺ ആയിട്ട് ഈവൻ നമ്പറുകളായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഫസ്റ്റ് ഈ ഇങ്ങനത്തെ ഒരു ഡിസൈൻ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് വേണ്ടത് വേറൊന്നുമില്ല. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ M12, M13, M16 ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഏത് ബോൾട്ടായിരിക്കും ഇവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ കാൽക്കുലേഷനിലൂടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേഷനിലൂടെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് കുറച്ച് സ്റ്റെപ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു പ്രോബ്ലം തരുന്ന സമയത്ത് അവർ നമുക്ക് 2 കാര്യങ്ങൾ നമുക്കറിയാം. ഒന്നെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ
ഡി സി എന്ന് പറയുന്നത് കോർ ഡയമീറ്റർ എന്ത് ചെയ്യും, അവർ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. കോർ ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ബോൾട്ട് എൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. കോമൺ നമ്പർ ഓഫ് ബോൾട്ട് എൻ കണ്ടുപിടിക്കണം. ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും, എൻ ആയിരിക്കും തന്നിട്ടുള്ളൂ. എൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഡി സി കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒന്ന് എൻ തന്നിട്ടുണ്ടെങ്കിൽ ഡി സി കണ്ടുപിടിക്കുക, അല്ല ഡി സി തന്നിട്ടുണ്ടെങ്കിൽ എൻ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഇക്വേഷൻസ് ആണ് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആക്ച്വലി ആ സിലിണ്ടർ കവറിലുണ്ടാകുന്ന അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് പി ആണ്. അപ്വേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു പി ആയിരിക്കും. ഓക്കെ, പൈ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു പി. ഇവിടുത്തെ ഡി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ഡി ആണ്. അത് ആ ഷാഫ്റ്റിൻ്റെ ഷാഫ്റ്റല്ല, അതതിൻ്റെ അവിടുത്തെ സിലിണ്ടറിൻ്റെ ഇന്നർ ഡയമീറ്ററാണ്. ഓക്കെ, മാറിപ്പോലെ ഇത്രയും ഈ സിലിണ്ടറിൻ്റെ ഇന്നർ ഡയമീറ്ററിനാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഡി വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. സോ പൈ ഡി സ്ക്വയർ ബൈ 4. ഈ ഇക്വേഷൻ ഒന്നും ഡേറ്റാ ബുക്കിലില്ല, നിങ്ങൾ എഴുതിയിട്ട് തന്നെ പഠിക്കുക. ഇതായിരിക്കും ഒന്നാമത്തെ ഇക്വേഷൻ, പൈ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു പി എന്ന് പറയുന്ന ഇക്വേഷൻ. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ്. റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പൈ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു എൻ ഇൻറ്റു സിഗ്മ സി. ഇവിടെ ഡി എന്ന് പറയുന്നത് കോർ ഡയമീറ്ററാണ്, മാറിപ്പോയില്ല, ഡി സി ആണ്. ഇവിടുത്തെ പൈ ഡി സി സ്ക്വയർ ഇൻറ്റു എൻ ഇൻറ്റു സിഗ്മ ടി എന്നാണ്. ഓക്കെ, പൈ ബൈ 4 ഇൻറ്റു ഡി സി സ്ക്വയർ, കോർ ഡയമീറ്ററിൻ്റെ സ്ക്വയർ ഇൻറ്റു എൻ നമ്പർ ഓഫ് ബോൾട്ട് ഇൻറ്റു സിഗ്മ ടി. എന്താണ് സിഗ്മ ടി? നമ്മളിതിന് തൊട്ട് മുമ്പ് പഠിച്ചിരുന്നു. സിഗ്മ ടി എന്ന് പറഞ്ഞാൽ പെർമിസിബിൾ സ്ട്രെസ്, ടെൻസൈൽ സ്ട്രെസ് ആണ്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോൾട്ടാണെന്നും പഠിച്ചു. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടി എന്ത് ചെയ്യുക, നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടി ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഈ 1ഉം 2ഉം കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ്റെ അകത്താണ് ഞാൻ പറഞ്ഞത്, ആദ്യം നിങ്ങൾക്ക് എൻ തന്നിട്ടുണ്ടെങ്കിൽ എൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡി സി കണ്ടുപിടിക്കുക. അല്ല ഡി സി തന്നിട്ടുണ്ടെങ്കിൽ ഡി സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എൻ കണ്ടുപിടിക്കുക. ഇതിലേതെങ്കിലും ഒരു വാല്യൂ എന്തായിരിക്കും, അൺനോൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത്രയും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് കമ്പയർ ചെയ്യണം. സർക്കംഫറൻഷ്യൽ പിച്ച് ഓഫ് ദ ബോൾട്ട് എ സ്റ്റഡ് ഷുഡ് ബി ബിറ്റ്വീൻ 20 റൂട്ട് D1 ആൻഡ് 30 റൂട്ട് D1. ഇതിൻ്റെ അകത്ത് D1 എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. എന്തായിരിക്കും D1 എന്ന് പറഞ്ഞാൽ? D1 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ ഹോൾ ഇൻ mm ആയിരിക്കും. ആക്ച്വലി നമുക്ക് ആ ബോൾട്ടിൻ്റെ ഡയമീറ്റർ D നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ആ D ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 20 ആണെങ്കിൽ D1 എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യണം. D1ൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം, ഇതിനേക്കാളത്തിലും കുറച്ച് വലുതായിരിക്കണം. 20 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 21 എടുക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു എന്താണ്, ഒരു ബോൾട്ട് ഉണ്ടെങ്കിൽ അതൊരു ഹോളിലേക്ക് കയറണമെങ്കിൽ ആ ഹോളായിരിക്കണം കുറച്ചും കൂടി വലുത് അല്ലേ. ഇതിനേക്കാൾ ചെറിയൊരു ഹോളിൻ്റെ അകത്തേക്ക് അത് കയറില്ല. അപ്പോൾ നമ്മുടെ ആ ബോൾട്ടിൻ്റെ ആ ഒരു സ്ക്രൂവിൻ്റെ കേസ് വരുന്നാൽ ആ ഹോളെന്ന് പറയുന്നത് സ്ക്രൂ കയറുന്നതിനേക്കാളും കുറച്ചും കൂടി വലിയൊരു ഹോളാണെങ്കിൽ മാത്രമേ കയറുള്ളൂ. അതുകൊണ്ട് തന്നെ ഹോളിൻ്റെ ഡയമീറ്റർ എപ്പോഴും കുറച്ചും കൂടി വലുതായിരിക്കണം. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ ഓഫ് ഹോൾ എന്ന് പറയുന്നത് എപ്പോഴും D1 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് D-യെക്കാട്ടിലും കുറച്ചും കൂടി വലുതായിരിക്കണം എപ്പോഴും എന്ത്, D1 എന്ന് പറയുന്നത്. അപ്പോൾ D5 കിട്ടുന്നതെങ്കിൽ D1 6 എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് ശേഷം ചെക്ക് ചെയ്യേണ്ടത് ഇതാണ്, 20 റൂട്ട് D1നും 30 റൂട്ട് D1നും ഇടയിൽ ഒരു വാല്യൂ ആയിരിക്കണം. ദ സർക്കംഫറൻഷ്യൽ പിച്ച് ഓഫ് ദ ബോൾട്ട് ഓഫ് സ്റ്റഡ് ഷുഡ് ബി ബിറ്റ്വീൻ 20 റൂട്ട് D1 ആൻഡ് 30 റൂട്ട് D1. ഈ രണ്ട് വാല്യൂവിന് 30 D1 ആയിരിക്കും മാക്സിമം വാല്യൂ, 20 റൂട്ട് D1 ആയിരിക്കും മിനിമം വാല്യൂ. ഇതിന് ഇടയിലൊരു വാല്യൂ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഡിസൈൻ സാറ്റിസ്ഫാക്ടറി ആകത്തുള്ളൂ. ഇതിനേക്കാളും കുറഞ്ഞൊരു വാല്യൂ അല്ലെങ്കിൽ ഈ റേഞ്ചിനേക്കാളും മുകളിലൊരു വാല്യൂ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും റീകാൽക്കുലേറ്റ് ചെയ്യണം. ആ റീകാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പിച്ച് ഡയമീറ്റർ ഓഫ് ബോൾട്ട്. പിച്ച് ഡയമീറ്റർ ഓഫ് ദ ബോൾട്ടിനെ നമ്മൾ DP വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിച്ച് സർക്കിൾ ഡയമീറ്റർ DP ഈസ് ഈക്വൽ ടു നമ്മുടെ എഫക്റ്റീവ് ഡയമീറ്റർ D പ്ലസ് 2 ഇൻറ്റു T പ്ലസ് 3 ഇൻറ്റു D1. ഇവിടെ D എന്താണെന്ന് നമുക്കറിയാം, D1 എന്തുവാണെന്നും അറിയാം. അതിൻ്റെ അകത്ത് 2T എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. T എന്ന് പറയുന്നത് എപ്പോഴും ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ടായിരിക്കും. സിലിണ്ടറിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ വോൾ തിക്നെസ് തന്നിട്ടില്ല എങ്കിൽ അവർ എപ്പോഴും എന്തെടുക്കുക, 10 എടുക്കുക. അസ്യൂം 10 mm ആയിരിക്കും അതിൻ്റെ വാല്യൂ. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ 2 ഇൻറ്റു T എന്ന് പറയുന്ന തിക്നെസ്സിൻ്റെ വാല്യൂ തരും, തരാത്ത കേസസിൽ 10 mm നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പം D പ്ലസ് 2T പ്ലസ് 3D1 ആയിരിക്കും DPൻ്റെ വാല്യൂ. നെക്സ്റ്റ് സർക്കംഫറൻഷ്യൽ പിച്ച്. സർക്കംഫറൻഷ്യൽ പിച്ചിൻ്റെ ഇക്വേഷൻ ഇതാണ്, പൈ ഇൻറ്റു ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച DP. ഈ DPയുടെ വാല്യൂ പൈ ഇൻറ്റു DP ഡിവൈഡഡ് ബൈ N. ഓക്കെ, പൈ ഇൻറ്റു DP ഡിവൈഡഡ് ബൈ N.
അപ്പോൾ നമുക്കൊരു 3 സ്റ്റെപ്പുകൾ വരും. ഫസ്റ്റ് വൺ എന്ത് ചെയ്യണം, നമ്മളൊരു ബോൾട്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ M10, M20, M30 അങ്ങനെ ഏതെങ്കിലും ഒരു ബോൾട്ട് സെലക്ട് ചെയ്യുക. അതിൻ്റെ 10, 20 എന്നൊക്കെ പറഞ്ഞ് വരുന്നതായിരിക്കും എന്ത്, നമ്മുടെ നോമിനൽ ഡയമീറ്റർ. അപ്പോൾ പൈ d²/4 × P, പൈ dc²/4 × n × സിഗ്മ c. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ n അല്ലെങ്കിൽ DC ഏതെങ്കിലും ഒന്ന് കിട്ടും. അതിനുശേഷം D കിട്ടിക്കഴിഞ്ഞാൽ D1 നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി വലിയൊരു വാല്യൂ അസ്യൂം ചെയ്യുക. 20√D1ൻ്റെയും 30√D1ൻ്റെയും ഇടയിലൊരു വാല്യൂ ആയിരിക്കണം വരുന്നത്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള M20 30 ഏതാണെന്ന് വെച്ചാൽ അത് എന്താണ്, നമ്മുടെ ഡിസൈന് കറക്റ്റാണെന്ന് പറയും. അല്ലെങ്കിൽ വീണ്ടും റീകാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ പിച്ച് സർക്കിൾ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ D+2T+3D1 വെച്ച് ചെയ്യുക. 2T എന്ന് പറയുന്നതിൻ്റെ അകത്ത് T എന്താണ്, തിക്നെസ് ആയിരിക്കും സിലിണ്ടർ വോളിൻ്റെ. അത് 10 അസ്യൂം ചെയ്യുക. തന്നിട്ടില്ല എങ്കിൽ, തന്നിട്ടുണ്ടെങ്കിൽ ഉള്ള വാല്യൂ എടുക്കുക. അപ്പോൾ സർക്കംഫറൻഷ്യൽ പിച്ച് എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു dP/n ആയിരിക്കും. അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. എ സ്റ്റീം എഞ്ചിൻ സിലിണ്ടർ ഹാസ് എൻ എഫക്റ്റീവ് ഡയമീറ്റർ ഓഫ് 400 mm ആൻഡ് മാക്സിമം സ്റ്റീം പ്രഷർ ഓൺ ദ സിലിണ്ടർ കവർ ഈസ് 2 Nm/mm². മാക്സിമം പ്രഷർ വന്നിട്ടുണ്ട്, അതിൻ്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് ബോൾട്ട് റിക്വയർഡ് ടു ഫിക്സ് ദ സിലിണ്ടർ കവർ ആൻഡ് സെലക്ട് ദ ബോൾട്ട്. നമുക്ക് ബോൾട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര നമ്പർ വേണമെന്ന് സെലക്ട് ചെയ്യാൻ n കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടേക്ക് ദ പെർമിസിബിൾ സ്ട്രെസ് ആസ് 35 MPa. 35 MPa ആണ് പെർമിസിബിൾ സ്ട്രെസ് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ സിലിണ്ടറിൻ്റെ ഇന്ന ഡയമീറ്ററാണ് 400 mm എന്ന് പറയുന്നത്. സിലിണ്ടർ ഹാസ് ആൻ എഫക്റ്റീവ് ഡയമീറ്റർ എന്നാണ് വന്നിരിക്കുന്നത്. ക്യാപിറ്റൽ D ആണ് 400 mm. അതേപോലെ തന്നെ പ്രഷർ P തന്നിട്ടുണ്ട് 2 Nm/mm². സിഗ്മ ടെൻസൈൽ സ്ട്രെസ് വന്നിട്ടുണ്ട് 35 MPa. 35 MPa എന്ന് പറഞ്ഞാൽ Nm/mm² തന്നെ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻ നമ്പർ 1നെയും ഇക്വേഷൻ നമ്പർ 2നെയും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എന്തായിരുന്നു, പൈ ഇൻറ്റു d²/4 × P അല്ലേ. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. സോ പൈ ഇൻറ്റു d²/4 × P ആണ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പൈ അല്ല π/4, അത് ഇക്വേഷൻ എന്ത് ചെയ്തു, നമ്മൾ അത് തന്നെ എഴുതി π/4 d² × P. സോ π/4 × d400. സോ 400² × P എന്ന് പറഞ്ഞാൽ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഒന്നാമത്തെ വാല്യൂ എത്ര കിട്ടി, 251.32 × 10⁻³ N കിട്ടി. അതേപോലെ തന്നെ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരിക്കും, ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു π/4 × dc² × σt × n. ഇതിനെയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത്. അതിനെ നമുക്ക് കിട്ടിയ 251 ആയിരുന്നു ഒന്നാമത്തെ ഇക്വേഷൻ നമ്പർ 1 വെച്ച് കിട്ടിയത്. അതും ഈ രണ്ടാമത്തെ ഇക്വേഷൻ 2ഉം കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ്റെ അകത്ത് π/4 × dc² × σt × n എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് DC എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം എന്താണ്, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, D കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ D നമുക്കറിയാമെങ്കിൽ DC / 0.84 ചെയ്താൽ D കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ വേണ്ടത് എന്താണ്, DC ആണ്. അപ്പോൾ D × 0.84 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, D × 0.84 ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് DC നമുക്ക് കിട്ടും. സോ DC = 0.84 × D. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കറിയാം എന്താണ്, നമ്മൾ അസ്യൂം ചെയ്യുന്ന ത്രെഡ് ചെയ്യുന്ന ഏതാണ്, ബോൾട്ട് എന്ന് പറഞ്ഞാൽ M30 ആണ്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് M30 ആണ്. ഡേറ്റാ ബുക്കിൽ പേജ് നമ്പർ 5.42 നോക്കിയാൽ കാണാം. ആ ഒരു ടേബിളിൻ്റെ കോളംസിൽ കുറേ ത്രെഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യുക. ഏതെങ്കിലും ഒരെണ്ണം അസ്യൂം ചെയ്തിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു റേഞ്ച് കിട്ടും. അത് ശരിയാണെങ്കിൽ അത് ഫോളോ ചെയ്യുക, തെറ്റാണെങ്കിൽ വേറൊരു ബോൾട്ട് എന്ത് ചെയ്യുക, M30ക്ക് വരെ M35 36 അങ്ങനെ വേറെ എന്തെങ്കിലും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ശരിയാകുന്ന വരെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ M30 അസ്യൂം ചെയ്തു. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ഞാനിവിടെ എടുത്തത് M30 ആണ്. സോ M30 എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സാണ്, അതിൻ്റെ M ആണ്. M കഴിഞ്ഞിട്ട് 30 mm എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ ബോൾട്ടിൻ്റെ ഇതിൻ്റെ നോമിനൽ ഡയമീറ്റർ ആയിരിക്കും 30 mm എന്ന് പറഞ്ഞാൽ. സോ ഡയമീറ്റർ 30 mm കിട്ടി. 30 × 0.84 ചെയ്താൽ 25.2 കിട്ടും. സോ 25.2 ആയിരിക്കണം എന്ത്, നമ്മുടെ DC വാല്യൂ. ആ വാല്യൂ എന്ത് ചെയ്യുക, ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ π/4 × 25.2² × σt തന്നിട്ടുണ്ട് 35 × n. അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെയൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെല്ലാം എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നാമത്തെ നമ്മുടെ ഇക്വേഷനും ഇപ്പോൾ കിട്ടിയ രണ്ടാമത്തെ ഇക്വേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതിനകത്തൊരു n എന്ന് പറഞ്ഞൊരു അൺനോൺ ടേം കിടപ്പുണ്ട്. ഈ n എന്ന് പറയുന്ന അൺനോൺ ടേം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. വാല്യൂ 14.39 അല്ലെങ്കിൽ 15 എന്ന് കിട്ടും. നമ്മളതിനെ റൗണ്ട് ചെയ്ത് 16 എന്ന് എടുക്കണം. കാരണം എപ്പോഴും എന്തായിരിക്കും, ഈവൻ നമ്പർ ആയിട്ടായിരിക്കും. ഇങ്ങനെ
ഇവിടെ ഒരു ബോൾട്ട്, ഇവിടെ ഒരു ബോൾട്ട്, 2 ബോൾട്ടുകളായിരുന്നല്ലോ നമുക്ക് വന്നത്. അപ്പോൾ 2, 4 അങ്ങനെ റൗണ്ടിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 14.39 15 എന്നുള്ളതിന് പകരം 16 ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. നമ്പർ ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത് 16 ആയിരിക്കും. സോ ടേക്ക് n ഈസ് ഈക്വൽ ടു 16 ബോൾട്ട്. അടുത്ത പിച്ച് സർക്കിൾ ഡയമീറ്റർ കണ്ടുപിടിക്കണം. പിച്ച് സർക്കിൾ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. dp ഈസ് ഈക്വൽ ടു d പ്ലസ് 2t പ്ലസ് 3d1. അപ്പോൾ ഇതിൻ്റെ അത് ടി നമുക്ക് തന്നിട്ടില്ല. നമുക്കറിയാവുന്ന എന്താണ്, ഡി നമുക്കറിയാം. ഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 400 എന്നുള്ളത്. അതുപോലെ തന്നെ ടി നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, തരാത്ത കേസസിൽ എപ്പോഴും ടി ഈസ് ഈക്വൽ ടു 10 എന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി നമുക്ക് എത്രയാണ്, M30 എന്നാണ്. അതുകൊണ്ട് ഡി 30 ആണ്. ഡി 30 ആണെങ്കിൽ D1 എപ്പോഴും എന്തായിരിക്കണം, അതിനേക്കാളും വലിയൊരു വാല്യൂ 31 ആയിരിക്കണം D1 എടുക്കേണ്ടത്. ഓക്കെ, സോ D1 ഈസ് ഈക്വൽ ടു 31 mm. അതിൻ്റെ കാരണം അവരിവിടെ പറഞ്ഞിട്ടുണ്ട്, സിൻസ് ദ ബോൾട്ട് ഈസ് 30 mm, സെലക്ട് D1 സ്ലൈറ്റ്ലി ഹയർ ദാൻ ദ ബോൾട്ട് ഡയമീറ്റർ. ബോൾട്ട് ഡയമീറ്ററിനേക്കാളും വലിയൊരു ഡയമീറ്റർ ആയിരിക്കണം ഹോൾ ഡയമീറ്റർ. അപ്പോൾ പിച്ച് സർക്കിൾ ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ dp ഈസ് ഈക്വൽ ടു d പ്ലസ് 2t പ്ലസ് 3d1ൻ്റെ അകത്തോട്ട് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. dp ഈസ് ഈക്വൽ ടു d എന്ന് പറഞ്ഞാൽ 400, 2 ഇൻറ്റു t എന്ന് പറയുന്നത് 10, 2 ഇൻറ്റു 10 പ്ലസ് 3 ഇൻറ്റു d1 31, 3 ഇൻറ്റു 31 ആൻസർ 513, 513 ആയിരിക്കും എന്ത് നമ്മുടെ പിച്ച് സർക്കിൾ ഡയമീറ്റർ. അടുത്ത സർക്കംഫറൻഷ്യൽ ഡയമീറ്റർ അതിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കണം. എന്താണ്, പൈ ഇൻറ്റു dp ഡിവൈഡഡ് ബൈ n ആണ്. സോ പൈ എന്ന് പറയുന്നത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, n നമുക്കറിയാം 16 ആണ്, dp ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 513. സോ അത്രയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 100.72 എന്ന് കിട്ടും. സർക്കംഫറൻഷ്യൽ പിച്ചിൻ്റെ വാല്യൂ 100.72 എന്നൊരു വാല്യൂ നമുക്ക് കിട്ടും. ഇനി ഈ സർക്കംഫറൻഷ്യൽ വാല്യൂ എന്തായിരിക്കണം, 20d1നും 30d1നും ഇടയിലൊരു വാല്യൂ ആയിരിക്കണം നമ്മുടെ ഈ 100.72. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത M30 എന്ന് പറയുന്നത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല എങ്കിൽ അടുത്ത നെക്സ്റ്റ് വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ടിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ നോക്കാം. 20d1ഉം 30d1. 20d1 ചെയ്യുമ്പോൾ 111.35, അതേപോലെ തന്നെ 30d1 ചെയ്യുമ്പോൾ 167.03 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വാല്യൂ എത്ര, 100.72. അപ്പോൾ 100.72 എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിന് ഉള്ളിൽ വരുന്ന വാല്യൂ അല്ല, ഇതിനെക്കാട്ടിലും ചെറിയൊരു വാല്യൂ ആണ്. അപ്പോൾ നമ്മളെടുത്ത M30 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരണമെങ്കിൽ നെക്സ്റ്റ് ഒരു വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മുടെ ടേബിളിൽ നെക്സ്റ്റ് വരുന്നത് M36 ആണ്. ഞാൻ ആ ടേബിളിലെ പേജ് ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി. നിങ്ങളുടെ ഡേറ്റാ ബുക്കിൽ 5.42 എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ കാണാം ഇങ്ങനെ ഒരു ടേബിൾ. സോ ഇങ്ങനെ ഒരു ടേബിളിൻ്റെ അകത്ത് ഇവിടെ ഓരോ കൊടുത്തിട്ടുണ്ട് ബോൾട്ടുകൾ. ആദ്യത്തെ കുറേ എണ്ണം M1 M2 അങ്ങനെ M12 ആയിരിക്കും. ഇവിടെ M30, നെക്സ്റ്റ് M35, M36 അങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത ഏതാണ്, M30 എടുത്തപ്പോൾ നമുക്ക് പറ്റിയില്ല. ഇനി അടുത്ത M36 എടുക്കുക. M36 നമ്മളെടുത്തു. M36 എടുത്തതിന് ശേഷം ഇനി സിമിലർ കാൽക്കുലേഷൻ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. D36 എടുക്കുക, D1 എന്ന് പറഞ്ഞാൽ 37 എടുക്കുക. ഓക്കെ, DC എന്ന് പറഞ്ഞാൽ 0.84 ഇൻറ്റു ഡി ചെയ്താൽ മതി. 0.84 ഇൻറ്റു ഡി ചെയ്യുമ്പോൾ നമുക്ക് 30.24 എന്ന് DC കിട്ടും. പൈ DC² ഇൻറ്റു സിഗ്മ ടി, നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യണം. ഇക്വേഷൻ 1ൻ്റെ അത് മാറ്റമൊന്നുമില്ല, കാരണം ഇക്വേഷൻ 1ൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 251.32 തന്നെയായിരിക്കും നമുക്ക് ഇക്വേഷൻ 1ൻ്റെ വാല്യൂ. ഇക്വേഷൻ 2ൻ്റെ അകത്തെ വ്യത്യാസം വരുന്നുള്ളൂ. പൈ DC²/4 ഇൻറ്റു സിഗ്മ ടി ഇൻറ്റു n എന്ന് പറയുന്നത്. അവിടേക്ക് നമ്മുടെ പുതിയ DCൻ്റെ വാല്യൂ, പുതിയ DC എത്രയാണ്, 30.34 ഇൻറ്റു സിഗ്മ ടി 35 തന്നെ. n അൺനോൺ വാല്യൂ ആണ്. അവിടെ നിന്ന് എന്ത് ചെയ്തു, നമുക്ക് n കിട്ടും 25.137 ഇൻറ്റു 10⁻³ n എന്ന് കിട്ടും. സോ ഈ കിട്ടുന്ന ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് n എന്ന് പറയുന്ന അൺനോൺ വാല്യൂ കിടപ്പുണ്ടായിരിക്കും 9.98. അതിനെ റൗണ്ട് ചെയ്ത് നമുക്ക് 10 എന്ന് എടുക്കാം. സോ എന്നിൻ്റെ വാല്യൂ 10 കിട്ടി. എന്നിൻ്റെ വാല്യൂ 10 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പിച്ച് സർക്കിൾ ഡയമീറ്റർ കണ്ടുപിടിക്കണം. dp = d അറിയാം, 2t അറിയാം, 3d1 ആണ് ഇവിടെ, 3d1 എന്നുണ്ട്. അപ്പം d എത്രയാണ്, 400 പ്ലസ് 2 ഇൻറ്റു 10 20 പ്ലസ് അടുത്ത 3 ഇൻറ്റു 36 ആയിരുന്നു. M36 ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ D1 എന്ന് പറയുന്നത് 37 ആയിരിക്കണം. 3 ഇൻറ്റു 37 എടുത്തു. ആൻസർ 531 കിട്ടി. സോ ഇനി അടുത്ത് എന്ത് ചെയ്യണം, സർക്കംഫറൻഷ്യൽ പിച്ച് കണ്ടുപിടിക്കണം. പൈ ഇൻറ്റു 531 ഡിവൈഡഡ് ബൈ n, 5 ഇൻറ്റു 531/10, ആൻസർ 166.81 എന്ന് കിട്ടി. അപ്പോൾ 20d1ഉം 30d1ഉം വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. അത് 166.81 അതിനുള്ളിൽ വരുമോ നോക്കുക. 20d1 എന്ന് പറഞ്ഞാൽ 121, 30d1 എന്ന് പറഞ്ഞാൽ 182. നമ്മുടെ ആൻസർ 168 ആണ് അല്ലേ.
168 അല്ല 166 ആണ് നമ്മുടെ വാല്യൂ, 166 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 121.65നും 182നും ഇടയിൽ ഒരു വാല്യൂ ആണ് 166. അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത M36 എന്ന് പറയുന്നത് ഡിസൈനിങ്ങിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ്. നമുക്ക് ഇതിനകത്ത് മനസ്സിലാകാം. സിൻസ് ദ കാൽക്കുലേറ്റഡ് സർക്കംഫറൻഷ്യൽ പിച്ച് ഈസ് വിതിൻ ദ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ്, സോ ദ സൈസ് ഓഫ് ദ ബോൾട്ട് സെലക്റ്റഡ് ഈസ് സാറ്റിസ്ഫാക്ടറി. സോ സൈസ് ഓഫ് ദ ബോൾട്ട് ഈസ് M36. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കാൽക്കുലേഷൻ മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഇക്വേഷൻസ് ഒന്നും നമ്മുടെ ഡേറ്റ ബുക്കിൽ കൊടുത്തിട്ടില്ല. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് M30, M31 അങ്ങനെ സെലക്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് കാര്യമായ ഇക്വേഷനും വരുന്നില്ല. എന്തൊക്കെയാണ് വരുന്ന 2 ഇക്വേഷൻസ് പറഞ്ഞാൽ πdc² ഒരു ഇക്വേഷൻ വരുന്നുണ്ട് അല്ലേ. ആദ്യത്തെ നമ്മുടെ ഈ 2 ഇക്വേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. ആദ്യത്തെ ഇക്വേഷനും ഇതാ ഇവിടെ വരുന്ന πdc² ആ ഒരു ഇക്വേഷൻ, πdc² × σ/T/n എന്ന് പറയുന്ന ഇക്വേഷൻ മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം ഇക്വേഷനാണ്. പിന്നെ വരുന്ന ഇവിടുത്തെ 2 ഇക്വേഷൻസ്, ഈ പറയുന്ന d+2t+3d ഇക്വേഷനും അതുപോലെ തന്നെ π×dp/n എന്ന് പറയുന്ന സർക്കംഫറൻഷ്യൽ പിച്ചിൻ്റെ ഇക്വേഷനും വരുന്നുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ സിമ്പിളാണ്. എന്താണ് 20√T 30√T. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലംസ് ഇവിടെ നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.